ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന ആർ.ബി. ഷെറിഡൻ്റെ പ്ലേയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്, ഒരു റിവിഷൻ പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് പോവാം. നിങ്ങളെല്ലാവരും പ്ലേ പഠിച്ചു, മനസ്സിലാക്കി. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ എന്തെങ്കിലും ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ട്, വളരെ റിഫ്രഷ്ഡ് ആയിട്ട് ഈ ഒരു സെഷനിലേക്ക് പോവാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്ലാസ്. ഐ ആം ശ്രീലക്ഷ്മി. ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ദ റിവിഷൻ ഓഫ് സ്കൂൾ ഫോർ സ്കാൻഡൽ. So first one, who is the author of the School for Scandal? School for Scandal എന്ന പ്ലേ ആരുടേതാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വില്യം കോൺഗ്രീവ്, റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡൻ, ഓസ്കാർ വൈൽഡ്, ജോർജ് ബെർണാർഡ് ഷോ. നമുക്കറിയാം, ഒരു റെസ്റ്റോറേഷൻ കോമഡിയാണ് സ്കൂൾ ഫോർ സ്കാൻഡൽ. സ്കൂൾ ഫോർ സ്കാൻഡൽ ഇസ് എ റെസ്റ്റോറേഷൻ കോമഡി and it was written by Richard Brinsley Sheridan. Comedy of Manners എന്നുള്ള ഒരു ജോണറിൽ വരുന്ന പ്ലേ ആണ് സ്കൂൾ ഫോർ സ്കാൻഡൽ and it was written by R.B. Sheridan. ഓർത്തു വെക്കുക, റെസ്റ്റോറേഷൻ കോമഡി, കോമഡി ഓഫ് മാനേഴ്സ് എന്നൊക്കെ നമുക്ക് സ്കൂൾ ഫോർ സ്കാൻഡലിനെ പറയാൻ സാധിക്കും. ആ ഒരു ജോണറാണ് ആൻറ്റി സെൻറ്റിമെൻ്റൽ കോമഡി. ഓക്കെ, സോ റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡൻ, അദ്ദേഹം ഒരു ആംഗ്ലോ ഐറിഷ് റൈറ്റർ ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ദ റൈവൽസ് 1775, ദ സ്കൂൾ ഫോർ സ്കാൻഡൽ പെർഫോംഡ് ഇൻ 1777, എ ട്രിപ്പ് ടു സ്കാർബറോ 1777, ദ ക്രിട്ടിക് 1779. ഓക്കെ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആണ്, പ്ലേസ് ആണ് എന്നൊന്ന് ഓർത്തു വെക്കുക. സോ R.B. ഷെറിഡൻ ഒരു ആംഗ്ലോ ഐറിഷ് റൈറ്റർ ആണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആണ് ദ റൈവൽസ്, ദ സ്കൂൾ ഫോർ സ്കാൻഡൽ, എ ട്രിപ്പ് ടു സ്കാർബറോ, ദ ക്രിട്ടിക്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ സ്കൂൾ ഫോർ സ്കാൻഡൽ ബിലോങ്സ് ടു എ ഹിസ്റ്റോറിക്കൽ ഡ്രാമ, ബി ട്രാജഡി, സി റൊമാൻറ്റിക് കോമഡി, ഡി കോമഡി ഓഫ് മാനേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇതൊരു കോമഡി ഓഫ് മാനേഴ്സ് ജോണറിലുള്ള പ്ലേ ആണ് സ്കൂൾ ഫോർ സ്കാൻഡൽ. സോ ഹിയർ ഓപ്ഷൻ ഡി is the answer. Okay, comedy of manners, it is a form of dramatic comedy, satirizes manners and attitudes of contemporary society. നമ്മളുടെ ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ അവരുടെ മാനേഴ്സും അവരുടെ ആറ്റിറ്റ്യൂഡ്സും ഒക്കെ മോക്ക് ചെയ്യുന്ന രീതിയിൽ എഴുതുന്ന, സറ്റൈറൈസ് ചെയ്യുന്ന ഡ്രാമാറ്റിക് കോമഡിയെയാണ് കോമഡി ഓഫ് മാനേഴ്സ്, അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ കോമഡി, അല്ലെങ്കിൽ എന്താണ് ആൻറ്റി സെൻറ്റിമെൻ്റൽ കോമഡി എന്നൊക്കെ പറയും. ഓക്കെ, റെസ്റ്റോറേഷൻ കോമഡി, ആൻറ്റി സെൻറ്റിമെൻ്റൽ കോമഡി, അതെല്ലാം കോമഡി ഓഫ് മാനേഴ്സ് തന്നെയാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, identify the correct statements about the playwright R.B. Sheridan. R.B. ഷെറിഡനെ കുറിച്ച് കൊടുത്തിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടെത്തുക. ദ തിയേറ്റർ മാനേജർ ഓഫ് ഡ്രൂറി ലെയ്ൻ, he is famous for 5-hour 20-minute speech in British Parliament on 7th February 1787, and in need of money he wrote his first play, The Rivals, in 1775. Sheridan introduced the character Mrs. Malapro in his play, The Rivals. അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ കോഡിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കൂ. ദ തിയേറ്റർ മാനേജർ ഓഫ് ഡ്രൂറി ലെയ്ൻ, ശരിയാണ്, തിയേറ്റർ മാനേജർ ഓഫ് Drury Lane. Then he is famous for 5-hour 20-minute speech in British Parliament on 7th Feb 1787. ആ ഒരു സ്പീച്ച്
ഓക്കെ, ആ സ്പീച്ച് ഓഫ് ഔദ് എന്നൊക്കെയുള്ള ആ ഒരു പേരിൽ അറിയപ്പെടുന്ന 5 hours 20 minutes ഈ ഒരു സ്പീച്ചിന്, ബ്രിട്ടീഷ് പാർലമെന്റിലെ ഈ സ്പീച്ചിന് അദ്ദേഹം വളരെ ഫേമസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, നവാബ് ഓഫ് ആ ഒരു ഔദിലെ നവാബ്സിന്റെ വിമന് വേണ്ടിയിട്ട് കുറേ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു സ്പീച്ചാണ് 5 hours 20 minutes ബ്രിട്ടീഷ് പാർലമെന്റിൽ ആ ഒരു നവാബ് ഓഫ് ഔദ് എന്നുള്ള ആ ഒരു സ്പീച്ച്. ഓക്കെ, then in need of money he wrote his first play The Rivals in 1775. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്ലേ ആണ് റൈവൽസ്. പിന്നീട് ഷെറിഡൻ ഇൻട്രൊഡ്യൂസ് ദ ക്യാരക്ടർ മിസ്സസ് മാലപ്രോപ്പ് ഇൻ ഹിസ് പ്ലേ റൈവൽസ് എന്നുള്ള പ്ലേയിലാണ് മിസ്സസ് മാലപ്രോപ്പ് എന്നുള്ള ക്യാരക്ടറെ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മാലപ്രോപ്പിസം. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ RB ഷെറിഡനെ കുറിച്ച് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആണ്, ഓർത്തു വെക്കുക. So here option D is the answer. Next one, who wrote the biography Memoirs of the Life of Richard Brinsley Sheridan? Who wrote the biography Memoirs of Richard Brinsley Sheridan? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആരാണ് മെമ്മോയേഴ്സ് ഓഫ് ദ ലൈഫ് ഓഫ് റിച്ചാർഡ് ബ്രിൻസ്ലി ഷെറിഡൻ എന്ന ബയോഗ്രഫി എഴുതിയിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ഒളിവർ ഗോൾഡ്സ്മിത്ത്, ഓപ്ഷൻ ബി തോമസ് മൂർ, ഓപ്ഷൻ സി ഓസ്കാർ വൈൽഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. So who wrote the biography Memoirs of the Life of Richard Brinsley Sheridan? The answer is option B, Thomas More. Okay, so Thomas More wrote the biography Memoirs of the Life of Richard Brinsley Sheridan. Next one, identify the incorrect statements about the play School for Scandal. School for Scandal inde അതിനെക്കുറിച്ച് ഈ ഒരു പ്ലേയെ കുറിച്ച് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നവയിൽ എന്ന് കണ്ടെത്തുക. The play is set in London. The play consists of 5 acts. The play, Sheridan dedicated the play to Mrs. Crewe. ഇവിടെ portrait എന്നാക്കുക, portrait. Okay, portrait to Mrs. Crewe. The play produced in Covent Garden Theatre in 1777. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. സ്കൂൾ ഫോർ സ്കാൻഡൽ ഈസ് സെറ്റ് ഇൻ ലണ്ടൻ, ശരിയാണോ? ശരിയാണ്. ദ പ്ലേ കൺസിസ്റ്റ് ഓഫ് 5 acts, ശരിയാണോ? ശരിയാണ്, 5 acts ആണ് പ്ലേക്കുള്ളത്. ഷെറിഡൻ ഡെഡിക്കേറ്റഡ് ദ പോർട്രേറ്റ് ടു മിസ്സസ് ക്രൂ. മിസ്സസ് ക്രൂവിനാണോ ഈ ഒരു പ്ലേയുടെ പോർട്രേറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ശരിയാണ്. ദ പ്ലേ പ്രൊഡ്യൂസ്ഡ് ഇൻ കോൺവെന്റ് ഗാർഡൻ തിയേറ്റർ. ഇത് തെറ്റാണ്. ഏത് തിയേറ്ററിലാണ്? ഡ്രൂറി ലെയിൻ തിയേറ്ററിലാണ്. ഡ്രൂറി ലെയിൻ തിയേറ്റർ. ഓക്കെ, ഡ്രൂറി ലെയിൻ ആണ്, കോവന്റ് ഗാർഡൻ അല്ല. ഡ്രൂറി ലെയിൻ ആണ് ഇൻ 1777. ഓക്കെ, 8th May 1777 ഡ്രൂറി ലെയിനിലാണ്. സോ ഇവിടെ ഒരെണ്ണം മാത്രമാണ് റോങ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഇസ് 4th one, ഓപ്ഷൻ സി. ഓക്കെ, so identify the incorrect statements about the play School for Scandal. The answer is option C. ഇതിൽ 4th one മാത്രമാണ് ഇൻകറക്റ്റ്. ഫസ്റ്റ്, the play is set in London, കറക്റ്റ് ആണ്. 5 acts ശരിയാണ്. Portrait is dedicated to Mrs. Crewe, ശരിയാണ്. But the play is produced in Covent Garden Theatre, അത് wrong ആണ്. Drury Lane Theatre ആണ് in the year 1777 on 8th May. Okay. Next one, the play School for Scandal performed in. The play School for Scandal performed in 1765, 1785, 1777, 1790. In the silly question, 1777. 1777. Okay, School for Scandal was performed in 1777. Okay. So 1777, the School for Scandal was first performed in London at Drury Lane Theatre
on 8th May 1777. Witty portrayal of foibles of high class society can be traced through this play. അതാണ് കോമഡി ഓഫ് മാനേഴ്സ്. ഹൈ ക്ലാസ് സൊസൈറ്റിയുടെ ഫോയിബിൾസും ഫോളീസും അവരുടെ ആറ്റിറ്റ്യൂഡ്സും ഒക്കെ മോക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ ലണ്ടൻ at Drury Lane Theatre on 8th May 1777. കഴിഞ്ഞ HSAയുടെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇത്, ഓർത്തു വെക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു കോമഡിയാണ്. ഡ്രൂറി ലൈൻ തിയേറ്ററിലാണ് പെർഫോം ചെയ്തത് May 8th 1777. Next one, choose the correct statements from the following about the play School for Scandal. School for Scandal എന്ന പ്ലേയെ കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുക. The play begins with a portrait. The play begins with a prologue. The portrait of the play is addressed to Mrs. Sheridan. The portrait of the play is addressed to Mrs. Crewe. ഇതിനകത്ത് നിങ്ങൾ കറക്റ്റ് കോഡ്സ് ഇവിടെ നിന്ന് കണ്ടെത്തുക. ഓക്കെ, സോ നോക്കുക, the play begins with a portrait. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. The play begins with a prologue ആണോ? അല്ല, പോർട്രേറ്റ് വെച്ചിട്ടാണ് പ്ലേ ബിഗിൻ ചെയ്യുന്നത്. The portrait of the play is addressed to Mrs. Sheridan. ശരിയാണോ? അല്ല, അത് തെറ്റാണ്. The portrait of the play is addressed to Mrs. Crewe. ശരിയാണ്. സോ ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? A and D ആണ്. A and D ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. സോ ദ പ്ലേ ബിഗിൻസ് വിത്ത് എ പോർട്രേറ്റ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലേയുടെ ഒരു സ്ട്രക്ചർ പറഞ്ഞു തരാം. പ്ലേയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു പോർട്രേറ്റ് ഉണ്ട്. പോർട്രേറ്റിനെ നമുക്ക് പോം എന്നും പറയാം. പോർട്രേറ്റ് ഉണ്ട്. അതിനുശേഷം പിന്നീട് എന്താണ്? പിന്നീടുള്ളത് ഒരു പ്രൊലോഗ് ആണ്. അത് കഴിഞ്ഞ് 5 ആക്ട്സ് ഉണ്ട്. അതുപോലെ അതിനുശേഷം ഒരു എപ്പിലോഗ് ഉണ്ട്. ഒരു എപ്പിലോഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പ്ലേയുടെ സ്ട്രക്ചർ. ഇത് ഓർത്തു വെക്കുക. പോർട്രേറ്റ്, പ്രൊലോഗ്, 5 ആക്ട്സ് ആൻഡ് ആൻ എപ്പിലോഗ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തു വെക്കുക. പ്ലേ ബിഗിൻസ് വിത്ത് എ പോർട്രേറ്റ് കറക്റ്റ് ആണ്. ആൻഡ് ദ പോർട്രേറ്റ് ഓഫ് ദ പ്ലേ ഈസ് അഡ്രസ്ഡ് ടു മിസ്സസ് ക്രൂ. ഇതും ശരിയാണ്. സോ എ ആൻഡ് ഡി ആണ് കറക്റ്റ്. സോ ഹിയർ എ ആൻഡ് ഡി, ഓപ്ഷൻ ഡി, ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, who is the recipient of the amount from Charles following the auction in the play School for Scandal? ഇത് നിങ്ങളുടെ കഴിഞ്ഞ HSA ബൈ ട്രാൻസ്ഫറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷൻ പ്രീമിയം, ട്രിപ്പ്, മോസസ്, സ്റ്റാൻലി. പിന്നീട് ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ആൻസർ എന്താണെന്ന് മനസ്സിലാക്കുക. ആൻസർ ഏതാണ്? സ്റ്റാൻലി ആണ്. ഇവിടെ സ്റ്റാൻലിയുടെ ഓപ്ഷൻ ഡി ആണ്. അതുകൊണ്ടുവന്ന് ഇവിടെ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് വീഴും. അതുകൊണ്ട് ഇവിടെ സ്റ്റാൻലിയുടേത് 4 ആണ്. 4 ഇവിടെ വരുന്നത് ഓപ്ഷൻ സിക്കകത്താണ്. സോ നിങ്ങൾ ഇത് തന്നെ ചൂസ് ചെയ്യണം. സോ ആൻസർ ഈസ് സ്റ്റാൻലി. നിങ്ങൾക്കറിയാം നമ്മളുടെ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന പ്ലേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സീൻസ് ആണ് ഉള്ളത്. 2 സീൻസ് ആണ് നമുക്ക് ഉള്ളത്. ഏതൊക്കെ സീൻസ് ആണ്? ഏതൊക്കെ സീനാണ്? ഒന്ന് സ്ക്രീൻ സീൻ, മറ്റൊന്ന് ഓപ്ഷൻ സീൻ. സോ ഓപ്ഷൻ സീനും സ്ക്രീൻ സീനും നമ്മുടെ ഈ ഒരു പ്ലേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സീൻസ് ആണ്. അപ്പോൾ എന്താണ് സ്ക്രീൻ സീൻ എന്ന് നിങ്ങൾക്കറിയാം. ലേഡി ടീസിൽ ജോസഫ് സർഫസിൻ്റെ ഹൗസിൽ വെച്ചിട്ട് പോയി ഹൈഡ് ചെയ്യുന്നത് ഒരു സ്ക്രീനിൻ്റെ പുറകിലാണ്. പീറ്റർ ടെസ്സിൽ കയറി വരുമ്പോൾ ലേഡി ടെസ്സിൽ ഒരു സ്ക്രീനിൻ്റെ പുറകിൽ പോയി ഹൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹൈഡിങ് സീനാണ് സ്ക്രീൻ സീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രീൻ സീൻ ഏത് ആക്റ്റിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. പറ. ആക്ട് 4 സീൻ 3 ആണ്. സീൻ 3 ആണ്.
പിന്നീട് ഓപ്ഷൻ സീൻ ഉണ്ട്. ഓപ്ഷൻ സീനിൽ എന്താണ്? നമ്മുടെ ചാൾസ്, നിങ്ങൾക്കറിയാം, ഒരു എക്സ്ട്രാവഗന്റ് ആയിട്ടുള്ള വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന ചാൾസ്. പക്ഷേ ചാൾസിന്റെ ഒരു ക്യാരക്ടർ വളരെ ചാരിറ്റിയാണ്, ചാരിറ്റബിൾ, ഡാം ചാരിറ്റബിൾ എന്നൊക്കെ അദ്ദേഹത്തെ ഈ ഒരു പ്ലേയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചാരിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു എക്സ്ട്രാവഗന്റ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചാൾസ്. അപ്പം ആ ഒരു ചാൾസ് സർഫസിനെ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചാൾസ് സർഫസിൻ്റെ ക്യാരക്ടർ ബിഹേവിയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ സീനിൽ ഡിസ്ഗൈസ്ഡ് ആയിട്ട് ഒളിവർ സർഫസ് പോകുന്നുണ്ട്. അത് മിസ്റ്റർ പ്രീമിയം ആയിട്ടാണ് പോകുന്നത്. സോ അതാണ് ഓപ്ഷൻ സീൻ. അവിടെ കുറച്ച് പിക്ചേഴ്സ്, പോർട്രേൽസിൻ്റെ ഒക്കെ ഓപ്ഷനിങ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സീൻ വരുന്നത് ആക്ട് 4-ൽ തന്നെയാണ്. ആക്ട് 4 സീൻ 1 ആണ്. ഓക്കെ, സീൻ 1-ലാണ് ഓപ്ഷൻ സീൻ. ഇത് രണ്ടും നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടെ ആ ഓപ്ഷൻ സീനിൻ്റെ മണി, അതായത് ഒളിവർ സർഫസ് മിസ്റ്റർ പ്രീമിയം ആയിട്ട് ഡിസ്ഗൈസ്ഡ് ആയിട്ടാണ് ചാൾസ് സർഫസിൻ്റെ മുൻപിൽ വരുന്നത്. അവിടെ വെച്ച് ഓപ്ഷൻ ചെയ്ത് കിട്ടിയ ആ ഒരു എമൗണ്ട്, അതാണ് റെസിപ്പിയൻ്റ് ഓഫ് എമൗണ്ട്. ഈ ഒരു എമൗണ്ടിൻ്റെ റെസിപ്പിയൻ്റ് ആരാണ്? ചാൾസ്, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഭയങ്കര ചാരിറ്റിയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണ് സ്റ്റാൻലി. അദ്ദേഹത്തിന് ലെറ്ററിലൂടെ മാത്രമേ പരിചയമുള്ളൂ. അപ്പോൾ ആ സ്റ്റാൻലിക്കാണ് ഈ ഓപ്ഷനിൽ കിട്ടിയ എമൗണ്ട് ആര് നൽകാൻ തീരുമാനിക്കുന്നത്? ചാൾസ് നൽകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. HSA ബൈറ്റർ ആൻസറിൻ്റെ 2023 ബൈറ്റർ ആൻസറിൻ്റെ ക്വസ്റ്റ്യനാ. ഹു ഈസ് ദ റെസിപ്പിയൻ്റ് ഓഫ് ദ എമൗണ്ട് ഫ്രം ചാൾസ് ഫോളോയിങ് ദ ഓപ്ഷൻ ഇൻ ദ പ്ലേ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ? ആൻസർ ഈസ് സ്റ്റാൻലി. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ഈസ് സ്റ്റാൻലി. ഓക്കെ, നെക്സ്റ്റ് വൺ. Who talks about tale bearers are as bad as tale makers? ആരാണ് ഇങ്ങനെ ഒരു കമൻറ്റ് പറയുന്നത് ഈ ഒരു പ്ലേയിൽ? ലേഡി സ്നേർവെൽ, മിസ്സിസ് കാൻഡോ, സ്നേക്ക്, ലേഡി ടീസൽ, ഇവരെല്ലാം സ്കാൻഡൽ മോങ്കേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ടെയിൽ ബെയറേഴ്സ് ആർ ആസ് ബാഡ് ആസ് ടെയിൽ മേക്കേഴ്സ് എന്ന് പറയുന്നത് മിസ്സിസ് കാൻഡോർ ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. Tail bearers are as bad as tail makers. Answer is Mrs. Candor ആണ്, Mrs. Candor. Okay. Next question. How does the play begin? ഈ ഒരു play begin ചെയ്യുന്നത് എങ്ങനെയാണ്? With a prologue, with Act 1 Scene 1, with a portrait, with Act 1. With a portrait ആണ്. നിങ്ങൾ മറന്നു പോകരുത്. ഈ ഒരു play begin ചെയ്യുന്നത് ഒരു portrait വെച്ചിട്ടാണ്. Portrait addressed to മിസ്സിസ് ക്രൂവിനാണ് ആ പോർട്രേറ്റ് അഡ്രസ് ചെയ്തിരിക്കുന്നതെന്നും ഓർത്തു വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദ പ്ലേ ബിഗിൻസ് വിത്ത് എ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോമാണ്. അതിന് ഏകദേശം ഒരു 122 ലൈൻസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഈ മിസ്സിസ് ക്രൂവിനെ മൈ ഇൻസ്പയറർ, മൈ മോഡൽ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, identify the correct statements about portrait of the play School for Scandal. School for Scandal begin ചെയ്യുന്നത് ഒരു പോർട്രേറ്റ് വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പോർട്രേറ്റിൽ എന്താണ്, പോർട്രേറ്റിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. പോർട്രേറ്റ് ഈസ് അഡ്രസ്ഡ് ടു മിസ്സിസ് ക്രൂ. മിസ്സിസ് ക്രൂ ഈസ് കോൾഡ് അമോററ്റ്. Then Mrs. Crew is supposed to be the daughter of Mrs. Gravel. The poem concludes with the line, she, my inspirer and my model crew. Okay, അപ്പോൾ ഇത്രയും പോർട്രേറ്റിനെ കുറിച്ചാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരും കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ്. ഇത്രയും വേണോന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ എങ്കിലും ഓർത്തു വെക്കുക. ഈ ഒരു പ്ലേ ബിഗിൻ ചെയ്യുന്നത് ഒരു പോർട്രേറ്റ് വെച്ചിട്ടാണ്. പോർട്രേറ്റ് മിസ്സിസ് ക്രൂവിനെ അഡ്രസ് ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തു വെക്കുക. ഈ പോർട്രേറ്റിൽ നിങ്ങൾക്കൊരു 122 ലൈൻസ് ഉള്ള ഒരു പോം, ഒരു വേഴ്സ് ആയിട്ടാണ് ഈ പോർട്രേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ പോർട്രേറ്റിൽ
ഈ ക്രൂവിനെ അദ്ദേഹം വിളിക്കുന്ന ഒരു പേരാണ് അമോററ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്, അമോററ്റ്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ക്രൂവിനെ മിസ്സസ് ഗ്രവലിന്റെ മകളായിട്ട്, സപ്പോസ്ഡ് ഡോട്ടറായിട്ടാണ് ഈ ഒരു പോർട്രേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. മിസ്സസ് ഗ്രവൽ എന്ന് പറഞ്ഞാൽ ഒരു മൈനർ റൈറ്റർ ആണ്. ഓക്കെ, മൈനർ റൈറ്റർ ആണ്. അത് മാത്രമല്ല റിച്ചാർഡ് ഷെറിഡൻ, RB ഷെറിഡൻ ഡെഡിക്കേറ്റഡ് ഹിസ് പ്ലേ ദ ക്രിട്ടിക് ടു മിസ്സസ് ഗ്രവൽ. മിസ്സസ് ഗ്രവലിന് ദ ക്രിട്ടിക് എന്ന RB ഷെറിഡന്റെ വർക്ക് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. RB ഷെറിഡൻ ഡെഡിക്കേറ്റഡ് ഹിസ് പ്ലേ ദ ക്രിട്ടിക് ടു മിസ്സസ് ഗ്രവൽ. ഒരു മൈനർ റൈറ്റർ ആണ്. The poem concludes with the line, "She my inspirer and my model crew." ഈ ഒരു പോർട്രേറ്റ് എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, "She my inspirer and my model crew." So here the answer is option D ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. So portrait is addressed to Mrs. Crew. Mrs. Crew is called as Amoret. Mrs. Crew is supposed to be the daughter of Mrs. Gravel. അങ്ങനെയാണ് ഈ ഒരു പോർട്രേറ്റിൽ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. Then the poem concludes with the line, "She my inspirer and my model crew." Okay. Next question. Who wrote the prologue of School for Scandal? School for Scandalന്റെ prologue എഴുതിയിരിക്കുന്ന ആരാണ്? ഡേവിഡ് ഗാരിക്. ഡേവിഡ് ഗാരിക്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു പോപ്പുലർ ആക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഡേവിഡ് ഗാരിക് ആണ് പ്രൊലോഗ് എഴുതിയിരിക്കുന്നത്. സോ പ്രൊലോഗ് ഓഫ് ദ സ്കൂൾ ഫോർ സ്കാൻഡൽ വാസ് റിട്ടൺ ബൈ ഡേവിഡ് ഗാരിക്. ഓർത്തു വെക്കുക. സോ ഹൂ റോട്ട് ദ പ്രൊലോഗ് ഓഫ് സ്കൂൾ ഫോർ സ്കാൻഡൽ? ആൻസർ ഇസ് ഡേവിഡ് ഗാരിക്. സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പ്രൊലോഗ് റിട്ടൺ ബൈ മിസ്റ്റർ ഗാരിക് എന്ന് കാണാൻ സാധിക്കും. സോ ഡേവിഡ് ഗാരിക് ആണ് ഈ പ്രൊലോഗ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ പ്രൊലോഗ് ആരാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത്? ആരാണ് ഈ പ്രൊലോഗ് ഡെലിവറി ചെയ്തിരിക്കുന്നത് പ്ലേയില്? പീറ്റർ ടെസിൽ ആണ്. പീറ്റർ ടെസിൽ ആണ് ഈ ഒരു പ്രൊലോഗ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. ഇനി പീറ്റർ ടെസിലിന്റെ റോള് May 8, 1777 ആരാണ് പെർഫോം ചെയ്തത്? മിസ്റ്റർ കിങ് ആണ്. മിസ്റ്റർ കിങ്. ഓക്കെ, അപ്പോൾ പ്രൊലോഗ് എഴുതിയത് ഡേവിഡ് ഗാരിക്, അത് ഡെലിവേർഡ് ബൈ പീറ്റർ ടെസിൽ. പീറ്റർ ടെസിലിൻ്റെ ആ ഒരു റോള് കൈകാര്യം ചെയ്ത ആക്ടറാണ് മിസ്റ്റർ കിങ്. മിസ്റ്റർ കിങ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. പ്രൊലോഗ് വാസ് റിട്ടൺ ബൈ ഡേവിഡ് ഗാരിക്. Okay. Then identify the incorrect statements about the prologue of the play School for Scandal. School for Scandal incorrect statements കണ്ടെത്തുക. Prologue is written by David Garrick, delivered by the character Peter Tesil. Mr. King played the role of Peter Tesil. Sheridan's action is compared to Achilles. നിങ്ങൾക്ക് ഈ മൂന്നെണ്ണവും ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴും അല്ലാതെ നിങ്ങൾ പഠിച്ചപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രൊലോഗ് ഈസ് റിട്ടൺ ബൈ ഡേവിഡ് ഗാരിക്, ഡെലിവേർഡ് ബൈ ദ ക്യാരക്ടർ പീറ്റർ ടെസിൽ. മിസ്റ്റർ കിങ് പ്ലേഡ് ദ റോൾ ഓഫ് പീറ്റർ ടെസിൽ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ നോക്കൂ, ഷെറിഡൻസ് ആക്ഷൻ ഈസ് കമ്പയർഡ് ടു അക്കിലസ്. ഇങ്ങനെ നിങ്ങൾ ഈ പ്രൊലോഗിൽ എവിടെയെങ്കിലും കേട്ടോ? എന്തെങ്കിലും കമ്പാരിസൺ കേട്ടോ? ഒരു കമ്പാരിസൺ ഉണ്ട്. അത് പക്ഷെ അക്കിലസുമായിട്ടല്ല, ഡോൺ ക്വിക്സോട്ടുമായിട്ട് ഉള്ള ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡോൺ ക്വിക്സോട്ട്, സെർവാന്തയുടെ ഡോൺ ക്വിക്സോട്ടിൻ്റെ ആക്ഷനും ഫ്യൂട്ടൈലായിരുന്നു. ഇവിടെ ഷെറിഡൻ തൻ്റെ ഇങ്ക് ഉപയോഗിച്ച് ഈ സ്കാൻഡൽ മോങ്കറിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ആക്ഷനാണ്. അത് ഡോൺ ക്വിക്സോട്ടിൻ്റെ പോലെ ഒരു ഫ്യൂട്ടൈൽ ആക്ഷനായി പോകുന്നത് പോലെയാണ് നമുക്ക് ഈ പ്രൊലോഗിൽ കാണാൻ സാധിക്കുന്നത്. പ്രൊലോഗിലാണ് പ്ലേയുടെ തീമിനെ കുറിച്ചും ടൈറ്റിലിനെ കുറിച്ചും ഒക്കെ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊലോഗിൽ ഷെറിഡൻ അദ്ദേഹത്തെ ഡോൺ ക്വിക്സോട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡോൺ ക്വിക്സോട്ടുമായിട്ട്, സെർവാന്തയുടെ ഡോൺ ക്വിക്സോട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇവിടെ അക്വിലസ് അല്ല, ഡോൺ കിക്സോട്ടുമായിട്ടാണ് കമ്പാരിസൺ എന്നൊന്ന് ഓർത്ത് വെക്കുക. സോ ഹിയർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ ബി ഇതാണ്, ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഓപ്ഷൻ ബി ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്. സോ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രൊലോഗ് ഓഫ് School Force Scandal. Answer is Sheridan's action is compared to Achilles alla, Don Quixote ആണ്. So option B is the answer. Incorrect ആണ് കേട്ടോ, ബാക്കി എല്ലാം കറക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞതാണ് പ്രൊലോഗ് written by David Garrick, delivered by Peter Tessel. Mr. King played the role of Peter Tessel. Next one, a wealthy widow talking to her servant at the beginning of Act 1, Scene 1 of which play does this situation happen? ഏത് പ്ലേയിലാണ് ഒരു വെൽത്തി വിഡോ അവരുടെ സെർവൻറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്ട് 1 സീൻ 1 നമ്മൾ കാണുന്നത് ഏത് പ്ലേയിലാണ്? The School Force Scandal, The Bluest Eyes, The Importance of Being Honest, A Doll's House. Answer is The School Force Scandal. The School Force Scandal ആണ് ആൻസർ. സോ 14 ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സീനിൽ നമ്മൾ ലേഡീസ് നീർവെൽ ആരൊക്കെയാണ്? ആ ഒരു വെൽത്തി ലേഡി ആരാണ്? വെൽത്തി വിഡോ സ്നീർവെൽ ആണ്. അതുപോലെ അവരുടെ സെർവൻ്റ് ആരാണ്? സ്നേക്ക് ആണ്. ഓക്കെ, സ്നീർവെലും സ്നേക്കും. പ്ലേ ഏതാണ്? സ്കൂൾ ഫോർ സ്കാൻഡൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഹോം the portrait in School Force Scandal addressed and how many lines it consists of? അത് നിങ്ങൾ അത്ര ഇതായിട്ട് നോക്കണ്ട. മിസ്സസ് ക്രൂ 122 lines എന്ന് ഞാൻ പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ, who is the vicious gossiper in the play The School Force Scandal? School Force Scandal ഒരു vicious gossiper ആരാണ്? ലേഡി സ്നീർവെൽ, ലേഡി വേംവുഡ്, ലേഡി ബ്രാക്നൽ, മിസ്സസ് കാന്റോർ. വിഷ്യസ് ആ ഒരു സ്കാൻഡൽ മോങ്കറേഴ്സിന്റെ ലീഡർ എന്നൊക്കെ നമുക്ക് പറയാം. ആരാണ്? ലേഡി സ്നീർവെൽ ആണ്. ഓക്കെ, ഒരു കോളേജിലെ പ്രിൻസിപ്പളായിട്ട്, ഒരു സ്കാൻഡൽ മോങ്കറിങ് കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് ഇരുത്താമെന്ന് വരെ ഒരു ഡിസ്ക്രിപ്ഷൻ ലേഡി സ്നീർവെലിന് ലഭിച്ചതാണ്. സോ ഹു ഈസ് ദ വിഷ്യസ് ഗോസിപ്പർ ഇൻ ദ പ്ലേ സ്കൂൾ ഫോർ സ്കാൻഡൽ? ആൻസർ ഇസ് ഓപ്ഷൻ എ, ലേഡി സ്നീർവെൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഷെറിഡൻ ഹാസ് ബോറോഡ് ദ നെയിം ലേഡി സ്നീർവെൽ ഫ്രം വിച്ച് മാഗസിൻ? നമ്മുടെ ഷെറിഡന് ഈ ഒരു ലേഡി സ്നീർവെൽ എന്നുള്ള ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് ബോറോ ചെയ്തിരിക്കുന്ന ഏത് മാഗസിനിൽ നിന്നാണ്? ബ്ലാക്ക്വുഡ് മാഗസിൻ, ദ ടാറ്റ്ലർ, ദ ജെന്റിൽമാൻസ് മാഗസിൻ, പാസ്കിൻ. ഇത് ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ഒരു മാഗസിനാണ്. പാസ്കിൻ ഹെൻറി ഫീൽഡിങ്ങിൻ്റെ മാഗസിനാണ്. മാഗസിനാണ് എന്ത്? പാസ്കിൻ. ഓക്കെ, അപ്പോൾ ഹെൻറി ഫീൽഡിങ്ങിൻ്റെ മാഗസിനിൽ നിന്നാണ് ഈ ഒരു പാസ്കിൻ എന്ന മാഗസിനിൽ നിന്നാണ് ഈ ഒരു ലേഡി സ്നീർവെൽ എന്നുള്ള ആ ഒരു നെയിം ബോറോ ചെയ്തതെന്നൊന്ന് ഓർക്കുക. നെക്സ്റ്റ് വൺ, വൈ ഡസ് ലേഡി സ്നീർവെൽ സ്പ്രെഡ് റൂമേഴ്സ് അബൌട്ട് അതേഴ്സ്? മറ്റുള്ളവരെ കുറിച്ച് എന്തിനാണ് ലേഡി സ്നീർവെൽ ഇങ്ങനെ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നത്? ഷീ തിങ്സ് ഇറ്റ് ദ റൈറ്റ് തിങ് ടു ഡു. Her reputation was ruined when she was younger. She wants Snake to fall in love with her. She was raised without a mother. ഇവിടെ ആൻസർ ഇതേ ഒരു അനുഭവം ലേഡി സ്നീർവെല്ലിന് ഉണ്ടായിട്ടുണ്ട്. So her reputation was ruined when she was younger. Okay. Next one, who is the guardian of Charles Surface and Joseph Surface? Who is the guardian of Charles Surface and Joseph Surface in the play The School Force Scandal? Oliver Surface, Ravley, Peter Tessel, Moses. അപ്പോൾ ഇവിടെ ഗാർഡിയൻ എന്നുള്ള ഈ ഒരു ടേം കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഗാർഡിയൻ അങ്കിൾ അല്ല, അങ്കിൾ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഒളിവർ സർഫസ് കൊണ്ടുവന്ന് കറുപ്പിക്കരുത്, അത് റോങ് ആണ്. ആൻസർ ഈസ് പീറ്റർ ടെസിൽ. പീറ്റർ ടെസിലിനെ ഏൽപ്പിച്ചിട്ടാണ് ഈസ്റ്റ് ഇൻഡീസിലേക്ക് ഒളിവർ സർഫസ് പോകുന്നത്. സോ ഗാർഡിയൻ ആരാണ്? പീറ്റർ ടെസിൽ ആണ്. ചാൾസ് സർഫസിന്റെയും ജോസഫ് സർഫസിന്റെയും ഗാർഡിയൻ പീറ്റർ ടെസിൽ ആണ്. പീറ്റർ ടെസിലിന്റെ വാർഡ് ആരാണ് ഈ ഒരു പ്ലേയില്? പീറ്റർ ടെസിലിന്റെ വാർഡിന്റെ പേരെന്താണ്? മരിയ. ഓക്കെ, മരിയ ആണ്
പീറ്റർ ടെസിലിന്റെ വാർഡാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഹു ഈസ് ദ ഗാർഡിയൻ ഓഫ് ചാൾസ് സർഫസ് ആൻഡ് ജോസഫ് സർഫസ്? ആൻസർ ഈസ് പീറ്റർ ടെസിൽ. നെക്സ്റ്റ് വൺ, Joseph Surface calls dash the libeller. Joseph Surface calls dash the libeller. Libeller means ഈ false writings ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ലിബ്ലർ എന്ന് പറയുന്നത്. ലെജിറ്റിമേറ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന ആളെയാണ് നമ്മൾ ലിബ്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആരാണ്? ഒളിവർ സർഫസ് ആണോ, സ്നേക്ക് ആണോ, പീറ്റർ ടെസിൽ ആണോ, മോസസ് ആണോ? ആ ലിബ്ലർ ആരാണ്? സ്നേക്ക് ആണ്. ഓക്കെ, നമുക്കറിയാം ലേഡി സ്നീർവെല്ലിന്റെ സെർവന്റ് ആണ് സ്നേക്ക് എങ്കിലും ജോസഫ് ഇവരെല്ലാം സ്കാൻഡൽ മോങ്കേഴ്സ് ആണ് അല്ലേ? നമ്മൾ ആ ടേബിളിൽ നിന്ന് എണീക്കുകയാണെങ്കിൽ ആ ടേബിളിൽ പിന്നീട് അവരുടെ ആ ഒരു ഗോസിപ്പ് മാറ്റർ എണീറ്റ് പോകുന്ന ആളായിരിക്കും. അതാണ് ഈ സ്കാൻഡൽ മോങ്കേഴ്സിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ ജോസഫ് സർഫസിന്റെയും ലേഡി സ്നീർവെല്ലിന്റെയും ഒക്കെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന സ്നേക്ക് തന്നെയാണ്. പക്ഷേ സ്നേക്ക് അപ്പുറത്തോട്ട് പോയപ്പോ ജോസഫ് സർഫസ് ലേഡി സ്നീർവെല്ലിന്റെ അടുക്ക പറയുന്നുണ്ട്, വിശ്വസിക്കരുത് റൗലി, എൻ്റെ ഫാദറിന്റെ, ജോസഫ് സർഫസ് പറയാണ്, എൻ്റെ ഫാദറിന്റെ സ്റ്റുവാർഡ് റൗലിയുടെ അടുക്ക സ്നേക്ക് സംസാരിക്കുന്ന കണ്ടു, എന്തോ സീക്രട്ട് ആയിട്ട് എന്തോ കാര്യമാണ്, വിശ്വസിക്കരുത് എന്ന് ജോസഫ് സർഫസ് സ്നേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ജോസഫ് സർഫസ് ആണ് ദ ലിബ്ലർ എന്ന് സ്നേക്കിനെ വിളിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഈ മരിയയും ചാൾസ് സർഫസുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് വ്യക്തമല്ല എങ്കിലും അവർ തമ്മിൽ അവരുടെ രണ്ടുപേരുടെ മനസ്സിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടമുണ്ട് എന്ന് ജോസഫിനും ലേഡി സ്നീർവെല്ലിനും അറിയാം. അപ്പൊ ലേഡി സ്നീർവെല്ലിന് ചാൾസിനെ മാരി ചെയ്യണം, ജോസഫിന് ഫോർച്യൂൺ ഇൻഹെറിറ്റൻസിന് വേണ്ടിയിട്ട് മരിയയും മാരി ചെയ്യണം. അപ്പോൾ ഈ ചാൾസും മരിയയും തമ്മിലുള്ള റിലേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജോസഫ് സർഫസും ലേഡി സ്നീർവെല്ലൂടെ ചേർന്ന് കുറേ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ എഴുതി അയക്കുന്നുണ്ട്. അത് നമ്മൾ പ്ലേയുടെ ലാസ്റ്റിൽ കാണുന്നുണ്ട്. സ്നേക്ക് അതെല്ലാം റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ജോസഫ് സർഫസ് ദ ലിബ്ലർ എന്ന് സ്നേക്കിനെ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the character Lady Teasel is modeled on. The character Lady Teasel is modeled on Elizabeth Ann Linley, Mrs. Crewe, Esther Ogle, Mrs. Greville. ഇവിടെ ലേഡി ടീസലിന്റെ ആ ഒരു ക്യാരക്ടർ മോഡൽ ചെയ്തിരിക്കുന്ന എസ്തർ ഓഗലിനെ വെച്ചിട്ടാണ്. ആരാണ് എസ്തർ ഓഗൽ? എസ്തർ ഓഗൽ RB ഷെറിഡന്റെ സെക്കൻഡ് വൈഫാണ്. അപ്പൊ എസ്തർ ഓഗലും ഒരു എക്സ്ട്രാവഗന്റ് ആയിട്ടുള്ള ലേഡിയാണ്. ലേഡി ടീസലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൺട്രി സൈഡിൽ നിന്ന് വന്ന് സിറ്റി ലൈഫ് ഒരുപാട് അങ്ങ് എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു ലേഡിയാണ് ലേഡി ടീസൽ. ലാവിഷായിട്ട് മണി സ്പെൻഡ് ചെയ്യുക, അതിന് എപ്പോഴും പീറ്റർ ടെസിലും ലേഡി ടെസിലും തമ്മിൽ ഭയങ്കര ക്വാറലാണ്. പീറ്റർ ടെസിലിന് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ യങ് ലേഡി ടീസലിന്റെ ആ ഒരു ബ്യൂട്ടിയിലാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് അങ്ങ് സ്വയം സറണ്ടർ ആകുന്നത്. അപ്പോൾ അത് നമ്മൾ പല സീൻസിലും കണ്ടതാണ്. പക്ഷേ ലേഡി ടീസലിന്റെ ആ ഒരു എക്സ്ട്രാവഗന്റ് നേച്ചർ നമ്മൾ പ്ലേയിൽ കാണുന്നു. സോ എസ്തർ ഓഗൽ എന്നുള്ള നമ്മുടെ RB ഷെറിഡന്റെ സെക്കൻഡ് വൈഫിനെ മോഡൽ ചെയ്തുകൊണ്ടാണ് ലേഡി ടീസൽ എന്നുള്ള ക്യാരക്ടർ. ഒന്ന് ഓർത്തു വെക്കുക, ദ ക്യാരക്ടർ ഓഫ് ലേഡി ടീസൽ ഈസ് മോഡൽഡ് ഓൺ എസ്തർ ഓഗൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, എ ടിയർ ഓഫ് പിറ്റി ആൻഡ് a hand opens the day for melting charity. Who talks about whom? ഇത് ആരെ കുറിച്ച് പറയുന്നതാണ്? പീറ്റർ ടെസിൽ about ജോസഫ്, ഒളിവർ about ചാൾസ്, പീറ്റർ ടെസിൽ about ചാൾസ്, റവ്ലി about ചാൾസ്. ഇത് ആരെ കുറിച്ച് പറയുന്നതാണ്? A tear of pity and a hand opens the day for melting charity. നമ്മൾ ഓപ്ഷൻ സീനിന് ശേഷം ഓപ്ഷന് കിട്ടിയ എമൗണ്ട് ചാൾസ് സ്റ്റാൻലി എന്നുള്ള ഡിസ്റ്റന്റ് റിലേറ്റീവിന് നൽകും. അതിൻ്റെ റെസിപ്പിയൻ്റ് സ്റ്റാൻലി ആണെന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു സീനിന് ശേഷം റവ്ലി ഇവരുടെ ചാൾസ് സർഫസിൻ്റെയും ജോസഫ് സർഫസിൻ്റെയും ഫാദറിൻ്റെ സ്റ്റുവാർഡ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇവരോടൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ റവ്ലി വന്ന് പറയുന്നുണ്ട് ഒളിവർ സർഫസിൻ്റെ അടുത്ത്, ഇതുപോലെ ആ പണം സ്റ്റാൻലിക്ക് നൽകുന്നു ചാൾസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒളിവർ സർഫസ് ആണ് ചാൾസിനെ കുറിച്ച് എ ടിയർ ഓഫ് പിറ്റി
a hand opens the day for melting charity. Damned charitable എന്നും ഇതിനകത്ത് ചാൾസിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. So a tear of pity and a hand opens the day for melting charity. Who talks about whom? Oliver Surface talks about Charles Surface. Okay. Next one. Who hides behind a screen to avoid being seen in School for Scandal? School for Scandal screen scene വളരെ important ആണ്. Screen scene. Okay. Screen scene. Act 4. Scene 3. Okay. Screen scene. അത് important ആണ്, ഓർത്തു വെക്കുക. സോ അവിടെ സ്ക്രീനിൽ ആരാണ് ഒളിക്കുന്നത് എന്നാണ്? മരിയ, ലേഡി സ്നീർവെൽ, ലേഡി ടീസൽ, ചാൾസ് സർഫസ്. സോ ദ ആൻസർ ഈസ് ലേഡി ടീസൽ. ലേഡി ടീസലിനെയാണ് എന്താണ് ഇദ്ദേഹം ആ സ്ക്രീൻ സീനിൽ ഹൈഡ് ചെയ്യുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ. എ ലിറ്റിൽ ഫ്രഞ്ച് മില്യനർ എന്നൊക്കെ വിളിക്കുന്നതും ലേഡി ടീസലിനെ തന്നെയാണ്. പീറ്റർ ടെസിലിൻ്റെ അടുക്ക പറയുന്നുണ്ട് ആ സ്ക്രീൻ സീനിൽ ആരാണെന്ന്. സ്ക്രീനിന് പിറകിൽ ആരാണെന്ന് പീറ്റർ ടെസിൽ ചോദിക്കുമ്പോൾ ജോസഫ് സർഫസ് പറയുന്നുണ്ട് എ ലിറ്റിൽ ഫ്രഞ്ച് മില്യനർ എന്ന് പറയുന്നുണ്ട്. അതും ലേഡി ടീസലിനെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. സോ who does Lady Sneerwell plot against in School for Scandal? School for Scandal ലേഡി സ്നീർവെൽ ആർക്കെതിരായിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ചാൾസ് സർഫസ് ആൻഡ് മരിയ, സർ ഒളിവർ ആൻഡ് മിസ്റ്റർ ലവ്ലി, ജോസഫ് ആൻഡ് മരിയ, സർ പീറ്റർ ആൻഡ് ലേഡി ടീസൽ. ആൻസർ ഇസ് ചാൾസ് സർഫസ് ആൻഡ് മരിയ. ചാൾസ് സർഫസിനും മരിയയ്ക്കും എഗെയിൻസ്റ്റ് ആയിട്ടാണ് ലേഡി സ്നീർവെലും ജോസഫ് സർഫസ് കൂടി പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ. കുറേ ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്നുണ്ട്. അതെല്ലാം അവസാനം സ്നേക്കാണ് റിവീൽ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ. ദ പ്ലേ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ ഈസ് സെറ്റ് ഇൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. സെറ്റ് ഇൻ ഡബ്ലിൻ, അയർലൻഡ്, ലണ്ടൻ, ബോസ്റ്റൺ. ഒരുപാട് സ്ഥലങ്ങൾ കിടക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ കൺഫ്യൂസ് ആകണ്ട. ലണ്ടനിലാണ് കേട്ടോ. ഡ്രൂറി ലെയിൻ തിയേറ്റർ, ലണ്ടൻ. ഓക്കെ. Who is referred as oil and vinegar in the play? ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ എങ്ങും കണ്ടു കാണത്തില്ല. ഇത് ടെക്സ്റ്റിലുണ്ട്. Who is referred as oil and vinegar in the play? Joseph Surface and Lady Sneerwell, Joseph and Lady Teasel, Charles and Maria, Lady Sneerwell and Snake. ആരെയാണ് ഓയിൽ ആൻഡ് വിനെഗർ എന്ന് പറയുന്നത്? നമ്മൾ പറയത്തില്ലേ മണ്ണെണ്ണയും തീപ്പെട്ടിയും ഒക്കെ പറയത്തില്ലേ? അപ്പോൾ ആ തരത്തിൽ ഓയിൽ ആൻഡ് വിനെഗർ എന്ന് പറയുന്ന അത്ര നല്ല ചേർച്ചയാണ്. അപ്പോൾ അങ്ങനെ അത്ര നല്ല ചേർച്ചയുള്ള ആരാണ്? അത് ചാൾസ് മരിയ ആണെന്ന് എഴുതി വെക്കരുത്. ഇത് ഒളിവർ സർഫസ് ജോസഫ് സർഫസിൻ്റെ അടുക്കയും ലേഡി സ്നീർവെലിൻ്റെ അടുക്കയും പറയുന്നതാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങ് കല്യാണം കഴിച്ചുകൂടെ? നല്ല ഒരേ സ്വഭാവമാണ്. അതാണ് ഓയിൽ ആൻഡ് വിനെഗർ. ഓക്കെ. അപ്പോൾ ഇവർ ചാൾസിനും മരിയയ്ക്കും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് പ്ലോട്ടൊക്കെ ചെയ്തു. അതെല്ലാം അവസാനം വേസ്റ്റായിപ്പോയി. അവസാനം ചാൾസും മരിയയും അവരുടെ മാരേജ് ഒക്കെ ഫിക്സ് ചെയ്യുന്നു. ആ സമയത്ത് ഒളിവർ സർഫസ് പറയുന്നതാണ് എന്നാൽ നിങ്ങൾക്കൂടെ കല്യാണം കഴിച്ചുകൂടെ? നിങ്ങൾ ഓയിൽ ആൻഡ് വിനെഗർ ആണ്, നിങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവമാണ്. സോ ഓയിൽ ആൻഡ് വിനെഗർ. ഹു ഈസ് റെഫർഡ് ആസ് ഓയിൽ ആൻഡ് വിനെഗർ ഇൻ ദ പ്ലേ സ്കൂൾ ഫോർ സ്കാൻഡൽ? ആൻസർ ഈസ് ജോസഫ് ആൻഡ് ലേഡി സ്നീർവെൽ. ഓക്കെ. Next question. Which scene is known as auction scene in the play School for Scandal? School for Scandal auction scene ഏതാണ്? Act 3 scene 4, Act 4 scene 1, Act 4 scene 4, Act 4 scene 3. ഏതാണ്? Act 4 scene 3 ആണോ? അല്ല. Act 4 scene 4 ആണോ? അല്ല. Act 3 scene 4 ആണോ? അല്ല. Act 4 scene 1 ആണ്. auction scene Act 4 scene 1 ആണ്. സ്ക്രീൻ സീൻ Act 4 scene 3 ആണ്. ഓക്കെ. എ കഴിഞ്ഞല്ലേ സി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ആദ്യം. ഇത് രണ്ടും എന്താണ്? എ കഴിഞ്ഞല്ലേ സി വരുന്നതെന്നല്ല, എ കഴിഞ്ഞ അല്ലേ എസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സീൻ ഇത് രണ്ടും Act 4 ആണ്. ഓക്കെ. പിന്നീട് സീനിൻ്റെതേ ഉള്ളു കൺഫ്യൂഷൻ. ഇത് സീൻ 1ഉം സ്ക്രീൻ സീൻ 3 ആണ്. സ്ക്രീൻ 3 ആണ്. സ്ക്രീൻ 3 ആണ്. ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1. ഓക്കെ. Act 4 scene 1 ഓപ്ഷൻ, Act 4 scene 3 സ്ക്രീൻ സീൻ. ഇമ്പോർട്ടൻ്റ് ആണ് അത്. Whom does Sir
Peter Dressel calls the writer and a critic. Writer and a critic. Lady Sneerwell, Joseph, Snake, Charles. ആരെയാണ് റൈറ്റർ ആൻഡ് എ ക്രിട്ടിക് എന്ന് പറഞ്ഞത്? നമ്മൾ നേരത്തെ ലിബ്ലർ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകൾ എഴുതി പ്രചരിപ്പിക്കുന്ന സ്നേക്കിനെ തന്നെയാണ് റൈറ്റർ ആൻഡ് എ ക്രിട്ടിക് എന്ന പീറ്റർ ഡ്രെസൽ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ ദ എപ്പിലോഗ് ഓഫ് ദ പ്ലേ ഹൂ ഈസ് റെഫേർഡ് ആസ് ബയസ്. അപ്പം അതിനു മുൻപ് ആരാണ് ഈ ഒരു പ്ലേയുടെ എപ്പിലോഗ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ആരാണ്? ജോർജ് കോൾമാൻ. ദ എൽഡർ. യങ്ങർ അല്ല, ദ എൽഡർ ആണ്. ജോർജ് കോൾമാൻ ദ എൽഡർ ആണ് എന്തിൻ്റെ ഈ ഒരു പ്ലേയുടെ എപ്പിലോഗ് എഴുതിയിരിക്കുന്നത്. അത് ആരാണ് ഡെലിവർ ചെയ്യുന്നത്? ലേഡി ടിസിൽ ആണ്. ലേഡി ടിസിൽ ആണ്. അതുപോലെ ഈ ഒരു എപ്പിലോഗ് എഴുതിയിരിക്കുന്നത് ജോർജ് കോൾമാൻ എൽഡർ ആണ്. അതുപോലെ ലേഡി ടിസിൽ ആണ് ഡെലിവറി ചെയ്തിരിക്കുന്നത്. ലേഡി ടിസിലിന്റെ റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫ്രാൻസിസ് ആബിങ്ടൺ ആണ്. ഓക്കെ, ഫ്രാൻസിസ് ആബിങ്ടൺ. നമ്മൾ പ്രൊലോഗ് പറഞ്ഞതുപോലെ തന്നെ ഈ 3 പേരെ ഓർത്ത് വെക്കുക. ഈ എപ്പിലോഗിനകത്തെ ബയസ് എന്നുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്യുന്നുണ്ട്. ബയസ് എന്ന എപ്പിലോഗിൽ ആരെയാണ് വിളിക്കുന്നത്? പീറ്റർ ഡ്രെസലിനെ ആണോ, ജോർജ് വീലേഴ്സിന്റെ ആണോ, ചാൾസിനെ ആണോ, ആർ ബി ഷെറിഡനെ ആണോ? ആൻസർ ഇസ് ഓദറിനെ തന്നെയാണ്. ആർ ബി ഷെറിഡനെയാണ് എപ്പിലോഗിൽ ബയസ് എന്ന് ഒരു റെഫറൻസ് ഉണ്ട്. നിങ്ങൾ വേറെ ഒന്നും ഓർക്കണ്ട, ബയസ് എന്നുള്ള ഒരു റെഫറൻസ് ഉണ്ട് ആർ ബി ഷെറിഡനെ. ആക്ച്വലി ബയസ് എന്ന് പറയുന്നത് ജോർജ് വീലേഴ്സ്, ദ സെക്കൻഡ് ഡ്യൂക്ക് ഓഫ് ബക്കിംഗ്ഹാം, ഇദ്ദേഹത്തിൻ്റെ ദ റിഹേഴ്സൽ എന്നുള്ള വർക്കിലെ ക്യാരക്ടറാണ് ബയസ്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. എപ്പിലോഗിൽ, സ്കൂൾ ഫോർ സ്കാൻഡലിൻ്റെ എപ്പിലോഗിൽ ബയസ് എന്നൊരു റെഫറൻസ് ഉണ്ട്. ബയസ് എന്ന് റെഫർ ചെയ്തിരിക്കുന്നത്, ആ എപ്പിലോഗിൽ റെഫർ ചെയ്തിരിക്കുന്ന ആർ ബി ഷെറിഡനെയാണ്. ഈ ബയസ് എന്ന് പറയുന്ന ടേം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ജോർജ് വീലേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഡ്യൂക്ക് ഓഫ് ബക്കിംഗ്ഹാം, അദ്ദേഹത്തിൻ്റെ ദ റിഹേഴ്സൽ എന്നുള്ള വർക്കിലെ ഒരു ക്യാരക്ടറാണ് ബയസ്. ഇവിടെ ബയസ് എന്ന എപ്പിലോഗിൽ റെഫർ ചെയ്തിരിക്കുന്നത് ആർ ബി ഷെറിഡനെയാണ്. മനസ്സിലായോ? അപ്പോൾ ആർ ബി ഷെറിഡനെയാണ് സ്കൂൾ ഫോർ സ്കാൻഡലിലെ എപ്പിലോഗിൽ ബയസ് എന്ന് റെഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻ ദ എപ്പിലോഗ് ഓഫ് ദ പ്ലേ ബയസ് ഈസ് റെഫേർഡ് ടു ആർ ബി ഷെറിഡൻ. ബയസ് ഈസ് ദ ക്യാരക്ടർ ഇൻ ദ വർക്ക് ദ റിഹേഴ്സൽ ഓഫ് ജോർജ് വീലേഴ്സ്, ദ സെക്കൻഡ് ഡ്യൂക്ക് ഓഫ് ബക്കിംഗ്ഹാം. ഓക്കെ, അപ്പൊ ബയസ് എന്നുള്ള റെഫറൻസ് എപ്പിലോഗില് ആർ ബി ഷെറിഡനെ ആണെന്ന് ഒന്ന് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in screen scene who is referred as a little French millionaire. A little French millionaire എന്ന ആരെയാണ് റെഫർ ചെയ്തിരിക്കുന്നത് സ്ക്രീൻ സീനില്? ലേഡി ടിസിൽ, സർ പീറ്റർ ടിസിൽ, ചാൾസ് സർഫസ്, ലേഡി സ്നീർവെൽ. ഇവിടെ ആ സ്ക്രീൻ സീനിൽ ഹൈഡ് ചെയ്യുന്നത് ലേഡി ടിസിൽ ആണ്. ലേഡി ടിസിലിനെയാണ് എ ലിറ്റിൽ ഫ്രഞ്ച് മില്യനർ എന്ന ജോസഫ് സർഫസ പറയുന്നത്. സോ എ ലിറ്റിൽ ഫ്രഞ്ച് മില്യനർ എന്ന് പീറ്റർ ഡ്രെസലിന്റെ അടുക്ക പറയുകയാണ്. ആരാണ് ആ സ്ക്രീനിലെന്ന്, സ്ക്രീനിന്റെ പിറകിലെന്ന് പീറ്റർ ഡ്രെസൽ ചോദിക്കുമ്പോൾ ലിറ്റിൽ ഫ്രഞ്ച് മില്യനർ ആണ് എന്ന് പറയുന്നു. സോ അത് ലേഡി ടിസിൽ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, എപ്പിലോഗില് ഏത് ക്യാരക്ടറിനാണ് ഒരു റിഫോർമേഷൻ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാലും ദ ആൻസർ ഇസ് ലേഡി ടിസിൽ. ലേഡി ടിസിലിന് ഒരു റിഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. കാരണം ഈ സ്ക്രീൻ സീനിൽ ആക്ച്വൽ പീറ്റർ ഡ്രെസലിൻ്റെ ആ ഒരു ക്യാരക്ടറൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ലേഡി ടിസിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു റിഫോർമേഷൻ ലേഡി ടിസിലിന് സംഭവിക്കുന്ന എപ്പിലോഗിലാണ്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എ ലിറ്റിൽ ഫ്രഞ്ച് മില്യനർ എന്ന ലേഡി ടിസിലിനെയാണ് സ്ക്രീൻ സീനിൽ ജോസഫ് സർഫസ് റെഫർ ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കുക. എ ലിറ്റിൽ ഫ്രഞ്ച് മില്യനർ. ഓക്കെ, ഫ്രഞ്ച് മില്യനർ എന്ന് പറഞ്ഞാൽ ഈ വുമൺ വെയേഴ്സ് ഒക്കെ വിൽക്കുന്ന, സെല്ല് ചെയ്യുന്ന ആളെയാണ് ഈ മില്യനർ, ഫ്രഞ്ച് മില്യനർ എന്ന് പറയുന്നത്. അത് വേറൊരു ഇൻ്റർപ്രറ്റീവ് സെൻസിലും യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇൻ സ്ക്രീൻ സീൻ ഹു ഈസ് റെഫേർഡ് ആസ് ലിറ്റിൽ ഫ്രഞ്ച് മില്യനർ, ദ ആൻസർ ഈസ് ലേഡി ടിസിൽ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്
നമ്മളൊരു റിവിഷൻ എന്നുള്ള രീതിയിൽ സ്കൂൾ ഫോഴ്സ് കാലണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ കേട്ടിട്ടുള്ളവ ഉണ്ടാകും, കേൾക്കാത്തവ ഉണ്ടാകും. ഓക്കെ, ഇതിൻ്റെ ആൻസർ കീ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക, ക്ലാസ് ഒന്ന് കാണുക. ഓക്കെ, സോ താങ്ക് യു.